മാവൂർ ഗ്രാസിംഗ് ഭൂമി വിട്ടുകിട്ടിയാൽ പുതിയ സംരംഭം ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തര വേളയിലാണ് മന്ത്രി എം.എ. റസാഖ് മാസ്റ്റർ എം.എൽ.എക്ക് മറുപടി നൽകിയത്. ഗ്രാസിംഗ് ഭൂമിയിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയവും IT ഹബ്ബും നിർമ്മിക്കണമെന്നും റസാഖ് മാസ്റ്റർ എം.എൽ.എ. ആവശ്യപ്പെട്ടു. മാവൂർ ഗ്രാസിംഗ് ഭൂമിയിൽ പുതിയ വ്യവസായമെന്ന സ്വപ്നത്തിനാണ് വീണ്ടും ചിറക് മുളയ്ക്കുന്നത്. ഗ്രാസിംഗ് ഭൂമി വിട്ടുകിട്ടിയാൽ പുതിയ സംരംഭം ആരംഭിക്കുമെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തര വേളയിലാണ് എം.എ. റസാഖ് മാസ്റ്റർക്ക് കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത്. മലബാറിന്റെ വ്യവസായ കായിക മേഖലയിൽ വൻ മുന്നേറ്റം നടത്താൻ മാവൂരിലെ ഗ്രാസിംഗ് ഭൂമിയിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയവും IT ഹബ്ബും നിർമ്മിക്കണമെന്ന് എം.എൽ.എ. റസാഖ് മാസ്റ്റർ ആവശ്യപ്പെടുകയും ചെയ്തു. ബിർളയ്ക്ക് കൂടി പങ്കാളിത്തമുള്ള ഭൂമിയായതിനാൽ അവരുടെ കൂടെ അനുവാദത്തോടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അവരുമായി കോടതിയിലുള്ള കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയാൽ 400 ഏക്കറിൽ പുതിയ സംരംഭം ആരംഭിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാണ് ബിർള ഗ്രൂപ്പ് മുൻഗണന നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ നടത്താൻ സാധിക്കും. സർക്കാർ അതിന് മുഖ്യ പരിഗണന നൽകും. ബിർള ഗ്രൂപ്പിനെ മന്ത്രി എന്ന നിലയിൽ താൻ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മാവൂർ ഗ്രാസിംഗ് ഭൂമി ലഭിച്ചാൽ കോഴിക്കോടിൻ്റെ നാഴികക്കല്ലായി മാറുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നേരത്തെ മലബാറിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരമുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കാൻ 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിരുന്നു. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 25 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രത്യേകതയും മാവൂരിനുണ്ട്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുന്ന ഗ്രാസിംഗ് ഭൂമിയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണെന്നും റസാഖ് മാസ്റ്റർ പറഞ്ഞു. ബജറ്റ് നന്ദിപ്രമേയ ചർച്ചയിൽ നിയമസഭയിലെ കന്നി പ്രസംഗത്തിൽ ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിലെന്ന ആശയം ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ന്യൂനപക്ഷ പദ്ധതികൾക്ക് നീക്കിവെച്ച തുക അപര്യാപ്തമാണെന്നും അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മാമ്പുഴയെ സംരക്ഷിച്ച് ജലഗതാഗതവും മറ്റും ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുന്നമംഗലത്തെ താലൂക്കാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.